ട്രൈബ്സ് എല്ലാം ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഒരു കൺസെപ്റ്റ് അതാണ്. ട്രൈബ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒന്നാണ്. വ്യത്യസ്ത സമൂഹമുണ്ട്. അതിൽ ചില സമൂഹമൊക്കെ നല്ല ഫോർവേഡായി. ഇപ്പോൾ മലയരയാ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ മെഡിസിനിൽ ആ പയ്യനാണ് മലയരയായതിൽ അല്ല ട്രൈബ്സിലെ നമ്പർ 1 റാങ്ക് വാങ്ങിയ പയ്യനിപ്പോൾ ഇത് കൊടുത്തു, പാരിതോഷികം കൊടുത്തു. പക്ഷേ ആ പയ്യൻ മലയരയ ക്രിസ്ത്യനാ. അതിൻ്റെ പേര് വായിച്ചപ്പോഴാണ് അങ്ങനെ മലയരയാസ് എന്നൊരു വിഭാഗമുണ്ട്. അവർക്ക് ഫോർവേഡ് കാസ്റ്റിനേക്കാൾ ഫോർവേഡാണ്. ചില വിഭാഗങ്ങൾ ഫോർവേഡ് കാസ്റ്റിനേക്കാൾ ഫോർവേഡ്. ഇതിൽ തന്നെ ജാതിയുണ്ട്, അല്ല സോറി, ഈ ഡിസ്ക്രിമിനേഷനുണ്ട്. ഈ ട്രൈബ്സിൽ തന്നെ ഓരോ ഇതുണ്ട്. ഞങ്ങളെ മേലേന്ന് അതിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ ഉണ്ട്. കുറിച്ചിരെന്ന് പറയുന്നത് ക്ഷത്രിയരാ. ഈ കുറുമർ അല്ല കുറിച്ചിർ കുറുമർ അവരാണ് ടോപ്പ്. അപ്പം നമ്മുടെ മുതുവാന്മാരെന്ന് പറഞ്ഞില്ല ഞാൻ, മുതുവാന്മാർ ബ്രാഹ്മണരുടെ അതേതാ. നമ്മളൊന്നും വീട്ടിൽ കയറ്റില്ല, പുറത്ത് നിർത്താമല്ലോ. നമ്മുടെ പറമ്പിക്കുളത്ത് ചെന്ന് ഞാൻ മന്ത്രിയായിട്ട് 96 ചെന്ന് കഴിഞ്ഞപ്പോൾ ഈറ്റ കൊണ്ടുണ്ടാക്കി ഇതിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരോട് ആരും കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. എല്ലാവരും ഈ മുറ്റത്ത് നിന്നോളാം. അവസാനം എന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മന്ത്രിയാകുന്നതുകൊണ്ട് മാത്രം കയറ്റിയതാണ്. ഞാൻ 2003 മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടായല്ലോ. വെടിവെപ്പൊക്കെ ഉണ്ടായി. അങ്ങനെ ആദിവാസികൾ ചെതറിപ്പോയി വെടിവെപ്പ് കഴിഞ്ഞ ശേഷം. അപ്പോൾ പിന്നീട് അവിടുന്ന് തീരുമാനിച്ചു, ഞാൻ അസംബ്ലിയിൽ നിരാകാരമൊക്കെ കിടന്നതിന് ശേഷം അവിടെ പാർട്ടി പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇവരെ ചെതറിപ്പോയി, പേടിച്ചു പോയി. അപ്പോൾ ഈ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നാറിയിട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ഓടുന്ന സമയത്ത് അടി കൊണ്ടിട്ടോ അല്ലെങ്കിൽ കാലിൽ കമ്പ് കയറിയിട്ടോ തല കുത്തിപ്പൊളിഞ്ഞിട്ടോ ഒക്കെ പഴുത്തു. അങ്ങനെ ഭയങ്കര ബാഡ് സ്മെല്ലാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ ഇവർ ഒരിക്കലും പുറത്തേക്ക് വരില്ല, പേടിച്ചിട്ട്. പിന്നെ അകത്ത് കയറി അവരെയൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ ആശുപത്രിയിൽ ചെന്നാൽ പിടിക്കാൻ വേണ്ടി പോലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എവിടെ ആശുപത്രി മുമ്പിൽ. പിന്നെ കളക്ടറോടും SP യോടൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അവരൊക്കെ വിട്ടു. ഇതുവരെ മുഴുവൻ ആശുപത്രിയിൽ കൊണ്ട് കയറ്റി. അങ്ങനെ ഓരോ ഊരിൽ നിന്നും അടുത്ത ഊരിലേക്ക് ഞങ്ങളൊരു 10-20 പേര് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യാത്ര ചെയ്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിശന്നിട്ടും വയ്യ, അങ്ങനെ നടക്കുന്നതന്നെയാണ്. ഒരു നടന്നാ പോണേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ചായയും ഈ നല്ല ഈ നാടൻ പഴമുണ്ട്, നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞു. വേറെ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. 3 മണിയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോൾ കുറച്ച് പേര് പഠിക്കൽ നിന്നു. അപ്പോൾ എന്താണോ എന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് കയറി ചെന്ന് അവിടെ ഇരുന്നു, അവരുടെ ഉമ്മറത്തിരുന്നു. അപ്പോൾ 2 പാത്രത്തിൽ കുറച്ച് പഴവും ചായയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് കൊണ്ടുവന്നിട്ട് ചായയും പഴം വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അവരിങ്ങോട്ട് വരില്ല ചോദിച്ചു. അവരിങ്ങോട്ട് വരില്ല, അവർ താഴ്ന്ന ജാതിക്കാരാണ്, ആദിവാസികളിൽ. അവരെ ഇങ്ങോട്ട് കയറ്റില്ല, ഇവരങ്ങോട്ട് പോവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചോദിച്ചു, അവർ നമ്മുടെ കൂടെ ഇത്രയും നേരം നടന്നല്ലേ രാവിലെ തൊട്ട്, അവർ നമ്മുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിവിടെ നിന്ന് ചായ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അവരുടെ അടുത്തേക്ക് അവിടെ എനിക്കും ചായ അവിടെ തന്നാൽ മതി. അത്രയും ഇതുണ്ട് അവരുടെ ഇടയിലും. പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ ഈ ആദിവാസികളുടെ ഇടയിലുള്ള ജാതീയത അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കി. അപ്പൊ ഈ സോ കോൾഡ് ഫോർവേഡ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇപ്പൊ ഈ റിസർവേഷന്റെ ഒരു നല്ലൊരു ശതമാനം അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതിലൊരു പ്രശ്നമില്ലേ? അതന്നെ ഞാൻ പറഞ്ഞു. 500 പേരെ ഇപ്പോൾ എടുത്തതില്ലേ, 500 പേരെ എടുത്തത് ട്രൈബ് ഉള്ളിലെ ആളുകളെ എടുത്തത്. ഗവൺമെന്റ് ജോലി റിസർവേഷനിലൊന്നും ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സബ് റൊട്ടേഷൻ നമുക്കിപ്പോൾ കൊടുക്കാൻ പ്രൊവിഷനില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. 500 പേരെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് എടുത്ത് മുഴുവൻ റിമോട്ട് ഏരിയയിലുള്ള ആളുകളെ ഭൂരിപക്ഷം അവരെ എടുത്തു. മുത്തങ്ങയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ CK ജാനുവിനെ പോലെ ഒരു നേതാവ് പാർട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. CK ജാനു ഇന്ന് എത്തി നിൽക്കുന്നത് BJPയുടെ കൂടെയാണ്. ഈ CK ജാനുവിനെ പോലുള്ള അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ നോ കമന്റ്സ്. ഒരു വ്യക്തിയെ കുറിച്ച് പറയണ്ട, ഈ പാർട്ടിക്ക് ഇതുപോലെ ഈ അടിസ്ഥാന തലത്തിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ അടിസ്ഥാന പാർട്ടി ഉയർത്തി കൊണ്ടുവരുമ്പോൾ ചിലർ തോന്നുന്നു ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ച് ചിലർ അങ്ങ് മാറിപ്പോകും. അതാ സംഭവിച്ചത്. ഓക്കെ, അവർ
പക്ഷെ മറ്റേ സ്റ്റോറിയുടെ കംപ്ലീഷൻ പറഞ്ഞില്ല, ഫൈനലി ചായ അവിടെ തന്നു. ആ അപ്പോഴേക്കും വേറെ ചോദ്യമുണ്ട്, സബ് നോട്രേഷൻ്റെ കാര്യം വന്നു. അപ്പോഴേക്കും അത് ഞാൻ പോയി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരില്ല, അല്ല ഇവിടെ നിന്ന് കഴിക്കില്ല, ഞാൻ അവിടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അവസാനം മനസ്സില്ല മനസ്സോടെ അവരെ കൊണ്ടു. അവർ വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് വരാൻ തയ്യാറല്ല. അവർക്ക് കാരണം അങ്ങനെയുള്ള ഒരു അൺടച്ചബിലിറ്റിയുടെ ഫീലിംഗ് ആണ്. എന്നിട്ട് അവസാനം നിർബന്ധിച്ച് കൊണ്ടുവന്ന് കൂടെ എത്തി. അങ്ങനെയാണ്. അപ്പോൾ ഇതിലെല്ലാം ഈ ഇന്ത്യൻ ജാതി വ്യവസ്ഥ നമ്മൾ എല്ലാം കാണുന്നതിൻ്റെ അപ്പുറത്താണെന്നുള്ളതാണ്. മനുഷ്യനെ എങ്ങനെയാണ് ഇങ്ങനെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം. ഇപ്പോഴും മനസ്സെന്നുള്ള ഇപ്പോഴും നമ്മുടെ പോയിട്ടില്ല സാധനം. അതാണ് കേരള സമൂഹത്തിൽ 80കൾക്ക് മുൻപുണ്ടായിരുന്നൊരു അവസ്ഥയല്ല ഇപ്പോൾ. അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പിന്നെ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, അതിന് ഒരു ചില ആളുകളുടെ ഇടയിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അതിനെതിരായിട്ടുള്ള ചിന്തകളും വളർന്നു വരുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒരു ചിന്തകളൊക്കെ ഇപ്പോൾ നല്ലപോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ 90 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ 1946 ആകുമ്പോൾ 1846 അവിടെ 946. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആ സമര ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അവിടെ സ്റ്റാലിൻ വന്നിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര ആളുകളാണ്. ഇതിനെതിരായിട്ടുള്ള ചിന്തയും നല്ലപോലെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയ ആളുകൾ ചില്ലറക്കാരല്ല. ഇന്ത്യൻ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ പിന്നെ അവരെയൊക്കെ ഒന്നും ഇന്നത്തെ ഏത് പോസ്റ്റ് മോഡേൺ സയൻറ്റിസ്റ്റിനേക്കാൾ നല്ല സയൻറ്റിസ്റ്റുകളാണ്. അവർ തോൽപ്പിക്കാൻ പറ്റും. എന്ത് പറഞ്ഞാലും അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ജാതി ചിന്തയിലേക്ക് എത്തും. അത് വളരെ ഫലപ്രദമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ അവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. മലയാളികളെ പറ്റി പൊതുവെ പറയുന്നത് പൊതുസമൂഹത്തിൽ പബ്ലിക് ലൈഫിൽ പൊതു ഇടങ്ങളിൽ ജാതിയില്ല. പക്ഷെ എല്ലാ മലയാളിയുടെയും ഉള്ളിൽ വല്ലാത്ത ജാതിബോധം ഉണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. ജാതിബോധമുണ്ട്, നമ്മുടെ അസമത്വബോധമുണ്ട്. അസമത്വബോധം എന്ന് പറയുന്നത് കേവലം ബ്രാഹ്മണരിൽ മാത്രം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നേക്കാൾ താഴെയാണ് എന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നതിന് ഞാൻ വലിയ ആളായിട്ട് നടക്കാം. അപ്പോൾ അസമത്വ ബോധമാണ് സമൂഹത്തിൽ. അത് താഴെ തൊട്ട് മുകളിൽ വരെ, അല്ലെങ്കിൽ മുകളിൽ തൊട്ട് താഴെ വരെ ഉണ്ട് ആ അസമത്വം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഹോണർ കില്ലിങ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും കൊന്നു തള്ളുന്നുണ്ടല്ലോ. നമ്മുടെ ഇവിടെ അതിന് മനസ്സില്ലാത്തതുകൊണ്ടല്ല, കൊന്നാൽ എന്താവും എന്നുള്ള പേടി കൊണ്ടാണ്. അല്ലാതെ കൊല്ലാൻ ഇവിടെ കണ്ടല്ലോ നമ്മൾ കോട്ടയത്ത്. അപ്പോൾ അത് എന്താ ചെയ്യുക, അസമത്വ ബോധമുണ്ടല്ലോ, അത് നമ്മുടെ ബ്രെയിനിൽ കയറി കൂടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് മാറില്ല. എന്താ പറയുന്നത്, ഇവർ നമ്മുടെ സ്റ്റഡി നടത്തിയ ആളുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 3000 വർഷമെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ആ ചിന്തകളില്ലേ ചിലത് 3000 വർഷത്തോളം പിടിക്കുന്നു. നമ്മുടെ ബ്രെയിനിൽ കയറിക്കൂടിയ ചില ചിന്തകൾ അത് മാറിപ്പോണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസം ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയും. ആ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഈ ചിന്തയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴേ, ഈ പിന്നെ ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള ചിന്തയല്ലോ, സ്വത്വബോധം, ആ സ്വത്വബോധം ഇല്ലാതെ, ആ സ്വത്വബോധത്തിലാണ് നമ്മളെല്ലാം. അതാണ് കറക്റ്റ് അല്ലേ? കറക്റ്റ് വാക്കത. ആ സ്വത്വബോധം ഇല്ലാതെ വരുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ. ഈ ജീനിൻ്റെ ഒക്കെ അവശിഷ്ടം അവിടെ നിന്ന് പോവും. അപ്പോൾ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്ത് വരിക. ജാതിബോധം വല്ലാത്തൊരു ബോധം തന്നെയാണല്ലോ മനുഷ്യൻ്റെ. മതബോധം, ജാതിബോധം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക.
റൂയിൻസ്റ്റൈൻ ജാതി അത് പറ്റി വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്തുണ കൂടുതൽ കിട്ടാൻ വേണ്ടി ജാതിയാവുക, മതമാവുക. ഇന്നലെ ഇന്നലെ കാലത്ത് ഒരാൾ വന്നു, ഒരു ജാതിയുടെ പിന്നെ ടീമിൻ്റെ കൂടെ വന്നത്. അയാളെ എനിക്ക് കുറച്ചറിയാം. അയാൾ ഒരു ജാതി സംഘടനയുടെയും ഭാഗമായിട്ട് നിന്ന ആളല്ല. അയാൾ വന്നിട്ട് പിന്നെ റിസർവേഷനിലെ അതിങ്ങനെ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടണം, മറ്റേ എയ്ഡിൽ കിട്ടണം, മറ്റത് കിട്ടണം, മറിച്ച് കിട്ടണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സർവീസ് റിട്ടയർ ചെയ്തുമില്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, മറ്റവർക്കൊക്കെ വേഗം മനസ്സിലായി. ഇതുവരെ ഇവർ വിളിച്ചാലൊന്നും ഇയാൾ പോയിരുന്നില്ല. ഇനി അയാൾക്ക് എന്താ വെച്ചാൽ ആ സമൂഹത്തിലൊരു പ്രമാണിയായിട്ട് വരണം. അപ്പോൾ അയാൾക്ക് അതാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഈ ജാതിബോധവും മതബോധവും പ്രാദേശിക ബോധവും ഒക്കെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെങ്കോല് വെച്ചതിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്. ചെങ്കോലും കിരീടം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ, ചെങ്കോല് കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു തമിഴ്നാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടാവണം. വെറും ചെങ്കോല് പോരാ, അതൊരു സ്വത്വബോധമാണ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. വായിച്ചിരുന്നില്ലേ, തമിഴ്നാട്ടിൽ നിന്നാണ് ചെങ്കോല് ചെങ്കോലല്ലേ ചെങ്കോല് കൊണ്ടുപോയി. അപ്പോൾ ആ ബോധത്തിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകണം. അതാണ് 80കൾക്ക് മുമ്പിൽ നമ്മുടെ കേരളീയ സമൂഹത്തിലെ യൂത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വൈബ്രൻ്റ് ആയിരുന്നു അല്ലേ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോവുകയാണ്. യൂത്ത് ആണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ ഇതിനും ചലഞ്ചായിട്ട് മുമ്പിൽ നിന്നിരുന്നു, തെറ്റായ ഇതിന്. പക്ഷേ നേരെ തിരിച്ചായി തുടങ്ങി. നമ്മുടെ ക്യാമ്പസുകളിൽ ഈ പൊളിറ്റിക്സ് പോയതിൻ്റെ ഒരു അത് കറക്റ്റാണ്. അതായത് ഈ ഗ്ലോബലൈസേഷൻ്റെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമുക്ക് പിന്നെ അൺലിമിറ്റഡായിട്ടുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അപ്പോൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നൽ വന്നു. ഒരു സംഘടന എനിക്ക് വേണ്ട. അതാണ് ഈ രാഷ്ട്രീയത്തിൽ പോലും രാഷ്ട്രീയക്കാർ പോലും വേണ്ട എന്നുള്ള ചിന്ത അങ്ങനെയാണ് വരുന്നത്. ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അതായത് ആശയം എന്നല്ല, ഒരു പർട്ടിക്കുലർ വ്യക്തിയോ അങ്ങനെയുള്ള പോകുന്നത്. അപ്പോൾ ആശയപരമായിട്ടുള്ള അപജയം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മുടെ ക്യാമ്പസുകളിലുണ്ടായിരുന്ന പുരോഗമനപരമായിട്ടുള്ള അത് ഏത് പാർട്ടിയിലും ഉണ്ടായിരുന്നല്ലോ, ഏത് വിദ്യാർത്ഥി സംഘടനകളിലും ഒരു പുരോഗമന വശം ഉണ്ടായിരുന്നല്ലോ അല്ലേ. എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും ഉണ്ടായിരുന്നു ഒരു പുരോഗമന വശം. അതിന് പിന്നെ ഈ പുതിയ സാഹചര്യത്തിൻ്റെ ഇമ്പാക്റ്റ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ സെൽഫിഷ്നെസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ 12.5 ലക്ഷം രൂപയാണ് ജോലി, ഈ ഒരു മാസം ശമ്പളം കിട്ടുന്നത്. എൻ്റെ കുട്ടിക്ക് അവിടെ ജോലി എങ്ങനെയും ശരിയാവും. 12.5 ലക്ഷമാണ് ഒരു മാസം ശമ്പളം. ഇന്നലെ എന്നോട് ഇടിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞാണ്, ബാംഗ്ലൂരാണ് ഇപ്പോൾ പോകുന്നത്, അമേരിക്കൻ കമ്പനി. ഒരു കടമ്പയും കൂടി കഴിഞ്ഞാൽ 12.5 ലക്ഷം രൂപയാണ് ശമ്പളം കിട്ടുന്നത് ഒരു കുട്ടിക്ക് ഒരു മാസം. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാം. ആ സാമൂഹ്യ ബോധത്തിൽ നിന്നും വ്യക്തിബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയാണ്.